ഇന്ന് മുഖ്യമന്ത്രി അടക്കം സ്ഥലത്തെത്തിയിട്ടുണ്ട്. വയനാട് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന അവലോകന യോഗം അടക്കം ആരംഭിച്ചിട്ടുണ്ട്. ലതീഷ് ചേരുന്നുണ്ട്. ലതീഷ്, ഈ ഇത്തരത്തിലൊരു വലിയ ദുരന്തം നടന്ന ഒരു ദിവസത്തിന് ശേഷം, മണിക്കൂറുകൾക്ക് ശേഷം മുഖ്യമന്ത്രി സംഭവസ്ഥലം സന്ദർശിച്ചു. ഇപ്പോൾ അവലോകന യോഗം അടക്കം പുരോഗമിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിൽ വയനാട് കളക്ടറേറ്റിൽ അവലോകന യോഗം ആരംഭിച്ചിരിക്കുന്നു. മന്ത്രിമാരായ എ പി അനിൽകുമാറും അതേപോലെ തന്നെ ടി സിദ്ദിഖ്, ജില്ലാ കളക്ടർ, മറ്റ് വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ, കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനിലെ അധികൃതർ തുടങ്ങി എല്ലാ ആളുകളും ഈ യോഗത്തിൽ, പ്രധാനപ്പെട്ട ആളുകളെല്ലാം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സംബന്ധിച്ചുള്ള ഒരു ധാരണ ഈ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജോഷില സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നലെ 11 മണിയോടുകൂടി 11:15 ഉണ്ടായ ഈ അപകടം ശേഷം ആരംഭിച്ച തിരച്ചിൽ മണിക്കൂറുകൾ നീണ്ടിട്ടും പിന്നീട് ഇന്നലെ ആളുകളെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നത് ഒഴിച്ചു നിർത്തിയാൽ ഇന്ന് ആരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 6 പേർ ഇപ്പോഴും മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നു. അവർക്കായുള്ള തിരച്ചിൽ രാവിലെ മുതൽ ആരംഭിച്ചെങ്കിലും നിരാശാജനകമായ സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയത്. വലിയ തോതിൽ മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നത് ഈ പ്രദേശത്ത് തെരച്ചിലിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. ഒപ്പം മണ്ണും ചെളിയും മരങ്ങളും എല്ലാം അടിഞ്ഞുകൂടി നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഇതെല്ലാം തെരച്ചിലിന് വിഘാതമായി നിൽക്കുന്നു. NDRFന്റെ നേതൃത്വത്തിലുള്ള 400-ൽ പരം ആളുകൾ അടങ്ങുന്ന ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും സന്നദ്ധ സംഘടനകളുടെയും മറ്റും നേതൃത്വത്തിലുള്ള സംഘങ്ങൾ 4 സോണുകളായി തിരിഞ്ഞാണ് ഇന്ന് തെരച്ചിൽ നടത്തിയത്. എങ്കിലും മണ്ണിനടിയിൽ കുടുങ്ങിയ ആളുകളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 5 ഇതര സംസ്ഥാന തൊഴിലാളികളാണ് മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഈ തുരങ്കപാതയുടെ നിർമ്മാണ കമ്പനി ജീവനക്കാരാണ്, അല്ലെങ്കിൽ തൊഴിലാളികളാണ് ഇവർ. മുഖ്യമന്ത്രി ഒരു വൈകിട്ടോടുകൂടിയാണ് വയനാട്ടിലേക്ക് എത്തിയത്. നേരെ അദ്ദേഹം കള്ളാടിയിലെ ഈ അപകടമുണ്ടായ അല്ലെങ്കിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തെത്തി അവിടെയുള്ള തെരച്ചിൽ പുരോഗതിയും മറ്റും വിലയിരുത്തി. പിന്നീട് അദ്ദേഹം പോളിടെക്നിക്കിലെ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ചു. അവിടെ നിന്നും മേപ്പാടിയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ആളുകളെയും അദ്ദേഹം കണ്ടു, അവരുമായും സംസാരിച്ചു. ഡോക്ടർമാരുമായും ചികിത്സ സംബന്ധിച്ചും മറ്റു കാര്യങ്ങളും അദ്ദേഹം വിലയിരുത്തി. അതിനുശേഷമാണ് വയനാട് കളക്ടറേറ്റിലേക്ക് എത്തിയത്. കളക്ടറേറ്റിൽ ഏകദേശം 10 മിനിറ്റോളമായി യോഗം നടക്കുകയാണ്. യോഗത്തിന് ശേഷം ഈ യോഗ തീരുമാനങ്ങൾ മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരുമായി പങ്കുവെക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കുമാർ. ശരി, എന്തായാലും കള്ളാടി ദുരന്തത്തെ തുടർന്ന് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള അവലോകന യോഗം പുരോഗമിക്കുകയാണ്. ഈ രക്ഷാദൌത്യം അടക്കം എങ്ങനെയായിരിക്കും മുന്നോട്ട് കൊണ്ടുപോവുക എന്ന വിവരങ്ങളടക്കം ഈ അവലോകന യോഗത്തിന് ശേഷം അറിയാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്.